നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാലമനെയാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാൻ വഴിപാടുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഗണപതി ഹോമത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പല ആചാര്യന്മാരും പല തരത്തിൽ ഗണപതി ഹോമം ചെയ്യും. അതുപോലെ തന്നെ ഗൃഹത്തിലും വെച്ചിട്ട് ഗണപതി ഹോമം ചെയ്യാറുണ്ട്. അപ്പോൾ വിഘ്ന നിവാരണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വിഘ്ന നിവാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗണപതി ഹോമം ചെയ്യുന്നത്. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ ഗണപതി ഹോമം ചെയ്തു തുടങ്ങിയാൽ അത് വിജയത്തിലെത്തും എന്നുള്ളതാണ് വിശ്വാസം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഗണപതിക്ക് നേദിക്കെങ്കിലും ചെയ്യും. അപ്പോൾ ഗണപതി ഹോമം ക്ഷേത്രങ്ങളിൽ വെച്ച് ചെയ്യുമ്പോൾ അത് തടസ്സം നീങ്ങാനും ഐശ്വര്യവർദ്ധനനുമാണ്. ഗൃഹത്തിൽ വെച്ചിട്ട് ചെയ്യാണ് ഗണപതി ഹോമം എന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ പുതിയതായിട്ട് വീട് പാല് കാച്ചുന്ന സമയത്ത് മാത്രം ചെയ്യുന്ന ഗണപതി ഹോമമല്ല, അല്ലാതെയും നമ്മൾ ഗണപതി ഹോമം വീടുകളിൽ ചെയ്യും. പൈശാചിക ശക്തി നിവാരണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഗണപതി ഹോമമുണ്ട്. അതുപോലെ തന്നെ രോഗനിവാരണത്തിന്, ഐശ്വര്യവർദ്ധനത്തിന്, ഇതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൃഹങ്ങളിൽ വെച്ചിട്ട് ഗണപതി ഹോമം ചെയ്യുന്നത്. അതേപോലെ കറുകമാല, ക്ഷേത്രത്തിൽ കറുകമാല ഗണപതിക്ക് ചാർത്തും. അത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടും ഐശ്വര്യലബ്ധിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കറുകമാല ചാർത്തുന്നത്.